ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരക്ഷരം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ പണം സൂക്ഷിച്ചാൽ, അത് പേഴ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ഡ്രോയിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും പണം സൂക്ഷിച്ചാൽ, ഈ പറയുന്ന ഒരു അക്ഷരം ഉരുവിട്ടുകൊണ്ട് പണം എവിടെയാണെങ്കിലും സൂക്ഷിച്ചാൽ അത് 10 ഇരട്ടിയായി മഹാലക്ഷ്മി വർദ്ധിപ്പിച്ചു തരും എന്നുള്ള ഒരു കാര്യമാണ്. ഇതൊരു രഹസ്യമായ ശരനൂൽ വിദ്യയാണ്. ഒരു രഹസ്യമായ വിദ്യയാണ്, ആർക്കും ചെയ്യാവുന്ന വിദ്യയാണ്. ഇത് ചെയ്തവർക്ക് ഞാൻ തന്നെ എൻ്റെ ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് ബലമുണ്ടായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നതല്ല, എൻ്റെ എല്ലാ വീഡിയോയിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക, ശരിയായിട്ട് ചെയ്തു നോക്കുക, നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിച്ചു വരും. ചെയ്തവർക്ക് ധനം വളരെയധികം വർദ്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട ആൾ പറയുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്ത മുരുകൻ്റെ ഒരു വിദ്യ ചെയ്തിട്ട് അദ്ദേഹത്തിന് ലോണിന് തടസ്സമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോൺ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്ത മഹാലക്ഷ്മിയുടെ ഒരു കാര്യങ്ങൾ, വിദ്യയും മന്ത്രങ്ങളും ആ വിദ്യയും ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ ലോൺ എടുത്തത് ലോൺ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അടച്ചു തീർക്കാനും സാമ്പത്തികമായി വളരെ ഉയർച്ചയും വർധനവും ഉണ്ടായി എന്ന് അദ്ദേഹം വാട്സപ്പിൽ മെസ്സേജിൽ പറയുന്നു. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത വിദ്യകളിൽ ഒന്നാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്ന ഈ മഹാലക്ഷ്മിയുടെ ഒരക്ഷരം ഉരുവിട്ടുകൊണ്ട് പേഴ്സിൽ അല്ലെ എവിടെ വേണമെങ്കിലും പണം സൂക്ഷിച്ചാൽ അത് വർദ്ധിച്ചു വരുന്ന വിദ്യ. അപ്പോൾ അത് വളരെ എനിക്ക് സന്തോഷം തോന്നി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഏത് വിദ്യയാണ് പറഞ്ഞു തന്നത്? കാരണം ഞാൻ മറന്നുപോയി. കാരണം നമ്മൾ എത്രയോ ആളുകളുടെ ദിവസവും നോക്കുന്നു. ഞാൻ മുരുകൻ്റെ ഒരുപാട് വിദ്യകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു കൊടുത്ത ആ മുരുകൻ്റെ വിദ്യ, മഹാലക്ഷ്മിയുടെ വിദ്യ ഒക്കെ വാട്സപ്പിൽ ഇന്ന കാര്യങ്ങളാണ് സാറ് പറഞ്ഞത് ഞാൻ ചെയ്തത് എന്ന് മെസ്സേജ് ചെയ്തു. വളരെ സന്തോഷം. അദ്ദേഹത്തിന് വലിയ സാമ്പത്തികമായ അഭിവൃദ്ധികളെ, അദ്ദേഹം പെരുമണിക്ക് തടസ്സമുണ്ടായിരുന്നു, അത് മാറി. ലോണിന് തടസ്സമുണ്ടായിരുന്നു, അത് മാറി. ലോൺ കിട്ടി. കാലാവധിക്കുള്ളിൽ തന്നെ ലോൺ അടയ്ക്കാൻ പറ്റി. സാമ്പത്തികമായി വളരെ ഉയർച്ചയുണ്ടായി. അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഏത് വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായത് അത് വാട്സപ്പിൽ നിങ്ങളൊന്ന് ഇടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടി അതൊന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ നല്ല മനസ്സുള്ള വ്യക്തി, സാറേ അതിനെന്താ, ഞാനത് ഇട്ടുതരാം, ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് വാട്സപ്പിൽ ഇട്ടു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നുള്ള ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം എനിക്ക് ഓർമ്മ വരികയും അത് നിങ്ങൾക്കിന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിക്കുകയും ചെയ്തതിന് ആ നല്ല ഒരു മനസ്സിലുടമയായ വ്യക്തിയോടും നന്ദി പറയുന്നു. പിന്നെ എനിക്കിതൊക്കെ ഈശ്വരൻ ഈ വിദ്യകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അവസരം നൽകിയ സാക്ഷാൽ പരമശിവനോടും ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ വലിയ മാറ്റങ്ങളാണ് ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വാട്സപ്പിൽ, അത് ഇന്ന് രാവിലെയാണ്, വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. ഒരു ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ലോട്ടറി കടയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മെസ്സേജ് ചെയ്തിരിക്കുകയാണ്, സാറ് പറഞ്ഞ കൃഷ്ണൻ്റെ ആ ശാസ്ത്രവിദ്യ ചെയ്ത് എൻ്റെ തട്ടയിലെ ലോട്ടറി ഒരുപാട് ചിലവാകുന്നുണ്ട്, പ്രൈസ് കിട്ടുന്നുണ്ട്. അതെനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത് വീഡിയോയിൽ പറയണം, എല്ലാവരും കേൾക്കണം. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ വാചകം തന്നെയാണ്. ഇത് വീഡിയോയിൽ പറയണം, എല്ലാവരും കേൾക്കണം, എല്ലാവരും അറിയട്ടെ, എല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ. കൃഷ്ണൻ്റെ ശാസ്ത്രവിദ്യ, അവരുടെ തട്ടയിലെ ലോട്ടറി എല്ലാം പോകുന്നു, പ്രൈസുകൾ കിട്ടുന്നു. ഇതിൽ കൂടുതൽ എനിക്കെന്തോ സന്തോഷം? എനിക്കൊരു 10 അവാർഡ് കിട്ടിയാലും, അല്ലെങ്കിൽ 100 അവാർഡ് കിട്ടിയാലും, 1000 അവാർഡ് കിട്ടിയാലും എനിക്ക് സന്തോഷം കിട്ടത്തില്ല. ഓരോ ജീവിതങ്ങളും, അവരുടെ സന്തോഷം, അവരുടെ മാറിയ ജീവിതങ്ങൾ അവർ തന്നെ പറയുമ്പോൾ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വളരെ 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 വലിയ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഒക്കെ വലിയ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് തരുന്നത്. പിന്നെ വേറെ ഒരു വാട്സപ്പിലൊരു വോയിസ് കണ്ടു, ഗൾഫിന് പോകാൻ ഭർത്താവിന് ജോലിക്ക് തടസ്സമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനതിനൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പം അവർ തിരിച്ച് മെസ്സേജ് ചെയ്തു, സാറേ ഞാൻ മെസ്സേജ് ചെയ്തത് ഗൾഫിന് പോകാൻ വേണ്ടി ഭർത്താവിന് തടസ്സമുണ്ടായിരുന്നു, അതിന് സാറ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു.
അത് എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് ചെയ്തു, ഭർത്താവ് ഗൾഫിന് പോയി, ജോലി കയറി, ആദ്യത്തെ ശമ്പളവും വന്നെന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷമാണ് അത്. അങ്ങനെയുള്ള കാര്യങ്ങളായി പറയുന്നത് ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ, എന്നാൽ അത് ചെയ്താൽ ഫലമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ, ഇപ്പം പെട്ടെന്ന് ഓർക്കുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. എത്ര വർഷങ്ങളായി, എത്രയോ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ഏത് കാര്യം ചെയ്തിട്ടാണ് ഗൾഫിന് പോക്കിലെ തടസ്സങ്ങൾ മാറിയത്? അപ്പോൾ അവർ പറഞ്ഞു, സാറേ, ഞാൻ പറഞ്ഞു അത് വീഡിയോയിൽ പറയാം, അത് എല്ലാവർക്കും പ്രയോജനം കിട്ടുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് സന്തോഷമുള്ളൂ. അവർ പറഞ്ഞു, സാറി പറഞ്ഞ ഇന്ന കാര്യം ഗണപതിക്കും ഭദ്രകാളിക്കും ചെയ്ത് അത് ഗൾഫിന് പോകാൻ സാധിച്ചത്, തടസ്സം മാറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വീഡിയോ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കും. ഇത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എങ്കിലും നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ, പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രയോജനം ലഭിക്കും. പിന്നെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളുടെ ഒരു ഓഫീസിൽ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് അവർ കൈകാര്യം ചെയ്യുന്നത്, അതൊക്കെ നഷ്ടപ്പെട്ട്, അങ്ങനെ നഷ്ടപ്പെട്ടവർ അവരുടെയൊക്കെ അത് തിരിച്ചു കിട്ടി, ഭദ്രകാളിയുടെ ചില വിദ്യകൾ പറഞ്ഞു കൊടുത്ത് അതൊക്കെ തിരിച്ചു കിട്ടി, അവരുടെ ആ ടെൻഷനൊക്കെ മാറി, അവർ പറയുന്ന സന്തോഷങ്ങളും നന്ദികളും ഒക്കെ വാട്സപ്പിൽ. ഇതൊക്കെ നമുക്കൊരു ഒരു വലിയൊരു സന്തോഷമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ. അത് നിങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പം ഇത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഇതെല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഈശ്വരന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. മഹാലക്ഷ്മിയുടെ ആ രഹസ്യ വിദ്യ പറഞ്ഞു തരാം. ഒന്നിലധികം വിദ്യകളുണ്ട് കേട്ടോ, ഒരു വിദ്യയാണെന്ന് പറയുന്നത്. പിന്നെ പതുക്കെ വീഡിയോയിൽ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. അപ്പം ഇന്ന് പറയുന്നത്, പേഴ്സിലോ എവിടെ പണം വെച്ചാലും ഈ വിദ്യ ചെയ്തിട്ട് പണം വെച്ച് കഴിഞ്ഞാൽ അത് വർദ്ധിച്ചു വരും. ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ആ വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നേരിട്ട് കൺസൾട്ടിങ്ങിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തതിൻ്റെ കാര്യം വാട്സപ്പിൽ വരുന്ന വർക്കുകൾ തന്നെ സമയത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം വാട്സപ്പിലും ചെയ്യേണ്ട ഒരു ഗ്രഹനില, കൈരേഖ, സംഖ്യാജ്യോതിഷം, ഇത് 3 പരിശോധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങൾ, അല്ല വേറൊന്നും പറയാറില്ല. അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതിൻ്റെ പുറകിൽ അത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് അതൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, അതൊക്കെ കേട്ടിട്ട് ക്ഷേത്രത്തിൽ ആവർത്തിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നോക്കുക. ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ, ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതല്ല. അപ്പോൾ അത് ഞാൻ പറയുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. എല്ലാവരും നോക്കാൻ പറ്റത്തില്ല, കുറച്ചേ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം റിപ്ലൈ ചെയ്യും, എന്നിട്ട് ആവശ്യമുണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല കേട്ടോ. അപ്പോൾ അത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വിദ്യ ചെയ്യണം. അത് 100 രൂപ ആയിക്കോട്ടെ, 500 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ പണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടത്ത് മൂക്കിലെ ശ്വാസത്തെ ജസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ട്, ശ്വാസം സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്യാം. അത് എടുത്ത് പിടിച്ചു വെക്കുക, ഒന്നും ചെയ്യണ്ട. ശ്വാസം സ്വാഭാവികമായിട്ട് എടുക്കുകയും വിടുകയും ചെയ്തോളുക. അതൊന്നും ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് ഇടത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് പണം കയ്യിൽ പിടിച്ച് ക്ലീം എന്ന് മനസ്സിൽ ജപിക്കുക. കൃത്യം ജപിച്ചാൽ പണം ഇരിക്കുന്നിടത്ത് വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർ എത്രയോ ധനവാന്മാരായിട്ടുണ്ട്. അപ്പം അത് ശരിയായിട്ട് ചെയ്യണം. നിങ്ങളുടെ മനസ്സതിൽ വരണം, അല്ലാതെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം, അത് പിടിച്ചു നിർത്തുകയൊന്നും വേണ്ട. ഇടത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണു തുറന്ന് മനസ്സിൽ ക്ലീം എന്ന് പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കുക. ഇത് ഒരു 3 തവണ ജപിക്കാം, നല്ലതാണ്. അവിടെ വേറെ ചിന്തയൊന്നും വരരുത്, നിങ്ങളുടെ ശ്രദ്ധ എങ്ങും വേറെ പോകരുത്. കറക്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ആ ശ്രദ്ധ വരണം. അങ്ങനെ ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇടത് കൈ കൊണ്ട് ശ്രദ്ധിച്ചോണം. വലത് കൈ കൊണ്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടത് കൈ കൊണ്ട് നിങ്ങൾ ഇടത്ത് മൂക്കിനുള്ളിലെ ശ്വാസം വെളിയിലോട്ട് വിട്ട് മനസ്സിൽ
മഹാലക്ഷ്മി നമസ്തുതേ എന്ന് ജപിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് പേഴ്സിൽ പണം വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം വെക്കുന്ന പെട്ടിയുണ്ടെങ്കിൽ അവിടെ വയ്ക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. പണം എങ്ങനെ എവിടെ സൂക്ഷിച്ചാലും ഇത് കൃത്യമായി ചെയ്താൽ പണം വർദ്ധിച്ചു വരും. ചെയ്തവർ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരുടെ അനുഭവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നതെന്ന്. വളരെ സാമ്പത്തികം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ സാധാരണക്കാരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ആളുകളാണ്. ഇത് അനുഭവം ഉണ്ടായ കാര്യങ്ങളെ പറയുന്നത്, അല്ലാതെ അനുഭവം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്. ചെയ്തവർക്ക് അനുഭവം ഉണ്ടായി, അങ്ങനെ അനുഭവമുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ആ രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും, സംശയമൊന്നുമില്ല. കാരണം ഇത് അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് ഇവൻ പറയുന്നതല്ല. അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴും ചെയ്യുക. ഒരു തവണയോ 2 തവണയോ ഒരു ദിവസവും ചെയ്തുകൊണ്ടല്ല, വിശ്വാസത്തോടു കൂടി എപ്പോഴും ചെയ്യുക. അപ്പം ഞാൻ വളരെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നെ, എങ്കിലും ഒന്നുകൂടി ജസ്റ്റ് ആവർത്തിക്കാം. തെറ്റ് പറ്റരുത് ചെയ്യുന്നതിനകത്ത്. അതുകൊണ്ടാണ് പണം കയ്യിൽ ഇടത് കൈയിൽ പിടിച്ച് ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് 3 തവണ ജപിച്ച ശേഷം ഇടതുമൂക്കിലെ ശ്വാസം വെളിയിലോട്ട് വിട്ട്, അത് നാം സങ്കല്പിക്കുകയല്ല, മഹാലക്ഷ്മി നമസ്തുത എന്ന് ജപിച്ചുകൊണ്ട് പണം പേഴ്സിൽ വയ്ക്കുക. പറഞ്ഞ മനസ്സിലായി? ഇങ്ങനെ എപ്പം പണം കിട്ടിയാലും നിങ്ങളിപ്പം വലത് കൈ കൊണ്ടാണ് മേടിക്കുന്നെങ്കിലും ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടി വെച്ചാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളൊരു കട നടത്തുന്ന ആളാണേലും, നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക്, നിങ്ങളൊരു സാധാരണ ഒരു ജോലിക്ക് ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ആളാണേലും, നിങ്ങളൊരു ഓഫീസറാണേലും, നിങ്ങളുടെ പേഴ്സിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടി വെക്കുമ്പോൾ നിങ്ങൾ വലത് കൈ കൊണ്ട് മേടിച്ചോ, പക്ഷെ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക, പണം വർദ്ധിച്ചു വരും. അതാണ് അതിൻ്റെ അകത്തൊരു രഹസ്യം. അപ്പം ഇതൊരു ശരനൂൽ വിദ്യയാണ്. ശ്വാസത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസപ്രകാരം സമ്പത്തെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ആണ് സമ്പത്തിൻ്റെ ഒരു പ്രധാന ദേവത. അപ്പോൾ നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മളുടെ ഈ ശ്വാസഗതി യോജിച്ച് ചെയ്യുന്ന ആ ശ്വാസവിദ്യയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ബലമുണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലായത്? അപ്പം ജീവിതത്തിലെ ഈ ബുദ്ധി ഞാൻ മനസ്സിലാക്കിയത്, ബുദ്ധി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ആ സമയത്ത് അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്യാനുള്ള ഒരു ക്ഷമയാണ് ബുദ്ധി. ഒരു സമയം ഒരു കാര്യം അത് മാത്രം പൂർണ്ണമായിട്ട് ക്ഷമയോടെ വെപ്രാളം പിടിക്കാതെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് മനസ്സ് പൂർണ്ണമായിട്ട് അതിൽ കൊടുത്ത് ആ വെപ്രാളം പിടിക്കാതെ മനസ്സടക്കത്തോടെ ചെയ്യുന്നത് ഒരു ബുദ്ധിയാണ്. രണ്ടാമത്തെ, നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് പലതവണ പരാജയപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും അത് ക്ഷമയോടെ എത്ര തവണ വേണേലും ചെയ്ത് അത് നേടിയെടുക്കാനുള്ള മനസ്സിൻ്റെ ഒരു അച്ചടക്കം ബുദ്ധി. ഈ 2 കാര്യങ്ങളും ബുദ്ധിയുടെ ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഞാൻ പറയുന്ന പല കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുക. ഇനിയും കൃഷ്ണൻ്റെ ആ വിദ്യ പറഞ്ഞു തരാം. അതായത് ആ ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞാൽ തട്ടാൻ തോന്നും. അപ്പോൾ ആ ഫലമുണ്ടായ ഈ വിദ്യ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അവരുടെ തൊഴിലിടത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം എത്രയോ ആളുകളുടെ പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ. ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ ഒരാൾ എന്നോട് പറയുമ്പോൾ തോന്നും ഒരാളുടെ പ്രശ്നമാണ്. ഞാൻ ദിവസം എത്രയോ ആളുകളുടെ, അതും കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ. ചിലതൊക്കെ നമുക്ക് മനസ്സിന് തന്നെ വിഷമം തോന്നും. ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ വിഷമം തോന്നുന്ന കാര്യങ്ങൾ. അങ്ങനെ എത്രയോ വർഷമായിട്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ഓരോ ദിവസവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ എത്രയോ ആളുകൾക്ക് കൃത്യമായിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കാനും അവരുടെയൊക്കെ ജീവിതം മാറാനും ആ ഒരു സന്തോഷം അവരിങ്ങോട്ട് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അപ്പം ഈ കൃഷ്ണൻ്റെ വിദ്യ, ഞാനീ പറയാൻ പോകുന്ന വിദ്യ, അത് ചെയ്താണ് ആ ലോട്ടറി തട്ടുള്ള ആ വ്യക്തിക്ക്, ആ അമ്മയ്ക്ക്, അല്ലെ ആ ആൾക്ക് ഒരുപാട് ലോട്ടറി കച്ചവടം പോയതും ഒരുപാട് പ്രൈസ് അടിച്ചതും ഒക്കെ ഏതാണ്. പിന്നെ ഈ വിദ്യ ചെയ്താണ് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ലോട്ടറി ഒരാൾക്ക് സെക്കൻഡ് പ്രൈസ് 10 ലക്ഷം അടിച്ചത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ലോട്ടറി എല്ലാവർക്കും അടിക്കുമെന്നൊന്നല്ല ഈ പറയുന്നത്. ഈ വിദ്യ ഏതെങ്കിലും രീതി ഭഗവാൻ ധനം നൽകും, അല്ലെങ്കിൽ ഉയർച്ച നൽകും എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ വിദ്യ ചെയ്താണ് ഒരുപാട് തൊഴിലിടത്തിൽ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളുള്ളവർക്ക്
എത്രയോ ആളുകൾക്ക് സ്മൂത്തായിട്ട് ഇന്ന് തൊഴിൽ ചെയ്ത് അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നു. ഞാനീ പറഞ്ഞു കൊടുത്ത കൃഷ്ണവിദ്യ, ശരനൂൽ വിദ്യ. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ധനമുണ്ടാകാൻ, ഭാഗ്യമുണ്ടാകാൻ, ജീവിതത്തിലെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഏറ്റവും അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അത് ശരനൂൽ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനീ പറഞ്ഞു തരുന്ന ശരനൂൽ വിദ്യ വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭഗവാന്റെ കൃപ കൊണ്ട്, സാക്ഷാൽ പരമശിവൻ്റെ ധ്യാനം, ആ ഭഗവാനിൽ ലയിച്ചിരുന്ന് ഭഗവാന്റെ ഉൾക്കാഴ്ച കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണിതെല്ലാം. ഇങ്ങനെയുള്ള രഹസ്യമായ ശരനൂൽ വിദ്യകൾ. അല്ലാതെ ശരനൂൽ വിദ്യ ഞാൻ ഗുരുവിൻ്റെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വിദ്യ ഒരു ഗുരു പഠിപ്പിച്ചു തരത്തില്ല. കാരണം ഇത് സാക്ഷാൽ ശിവൻ്റെ നിന്ന് നേരിട്ട് ആ ധ്യാനാവസ്ഥയിൽ ഭഗവാൻ കാണിച്ചു തരുന്ന ചില വിദ്യകളാണ്. അതുകൊണ്ടാണ് ഇത് വേറെ ആർക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന്. ഗുരു പഠിപ്പിക്കുന്ന വിദ്യകളുണ്ട്. അത് ഞാൻ ഗുരുവിൻ്റെ കീഴിൽ ശരനൂൽ വിദ്യ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഇത്. ഞാൻ പറയുന്ന ഈ മഹാലക്ഷ്മിയുടെ ശരനൂൽ വിദ്യയും ഈ കൃഷ്ണൻ്റെ വിദ്യയൊക്കെ സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഉൾക്കാഴ്ചയായിട്ട് കിട്ടിയതാണ്, ധ്യാനത്തിൽ കിട്ടിയതാണ്. അത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക്. സാക്ഷാൽ പരമശിവൻ നിങ്ങൾക്ക് തരുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ അറിവോ എൻ്റെ കഴിവോ യാതൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, അത്രയേ ഉള്ളൂ എൻ്റെ മഹത്വം. അല്ല, എനിക്ക് മഹത്വമൊന്നുമില്ല. ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഭഗവാൻ തരുന്നതായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. അപ്പം ഈ ഇടത്ത് മുക്കിനുള്ളിലെ ശ്വാസത്തെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ച്, ശ്വാസം സാധാരണ പോലെ എടുക്കുക വിടുക എല്ലാം ചെയ്യാം. ജസ്റ്റ് ശ്രദ്ധിച്ച് മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ 3 തവണ ജപിക്കുക. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഇത് ചെയ്തവർക്കാണ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായത്. വലിയ സമ്പത്ത്, തൊഴിലെടുത്ത് ഉയർച്ച, പിന്നെ ലോട്ടറി ഭാഗ്യം, ധനഭാഗ്യമൊക്കെ ഉണ്ടായി. എന്ന് കരുതി ഇപ്പം നിങ്ങൾ എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുമെന്നല്ല പറഞ്ഞ്. ഏത് വിധേനയും ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും. ഈ മന്ത്രത്തിന് അപ്പുറത്തൊരു കാര്യമില്ല. ഏറ്റവും അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് ഈ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്നുള്ളത്. മൊത്തം അതുപോലെ തന്നെ ജപിക്കണം. സ്വാഹയും ജപിക്കണം. ഇത് ജപിക്കുമ്പോൾ സ്വാഹ ജപിക്കണം. സ്വാഹ ഓമിക്കുമ്പോൾ മാത്രമല്ല, ചില മന്ത്രങ്ങൾ ഉള്ളിൽ ജപിക്കുമ്പോഴും സ്വാഹ ജപിക്കണം. ഓമും ജപിക്കണം. ഓമില്ലാതെ ഇത് ജപിക്കരുത്. ചില മന്ത്രങ്ങൾ ഓമില്ലാതെ ജപിക്കാവുള്ളൂ, ഉള്ളിൽ ജപിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഗുരു ഗുരുസ്ഥാനത്തുള്ള അല്ലെങ്കിൽ അത് ചെയ്ത് പരിചയമുള്ള അനുഭവമുള്ള, അതിനെ അനുഭവിച്ച ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതേപടി അത് ഫോളോ ചെയ്യണം. അതാണ് ഗുരുത്വം. അങ്ങനെയുള്ളവർക്കേ അത് ഫലിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വള്ളി പുള്ളി വിടാതെ അതേ രീതിയിൽ ചെയ്യണം. അത് അങ്ങനെ ചെയ്താലേ ആ ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. തൊഴിലിടത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നിങ്ങൾക്ക് ധനമുണ്ടാകും, സമ്പത്തുണ്ടാകും, ജീവിതം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആയിട്ട് മുന്നോട്ട് പോകും. ഇതൊക്കെ എത്രയോ ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ്. അല്ലാതെ വെറുതെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും വേറെ എങ്ങൊന്നും കിട്ടത്തില്ല, വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. ഞാനീ പറയുന്ന ശരനൂൽ വിദ്യകൾ ഉണ്ട്, കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഞാനും പഠിച്ചതാണ്. പക്ഷേ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. സാക്ഷാൽ ശിവനിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ധ്യാനാവസ്ഥയിൽ ഭഗവാൻ കാണിച്ചു തന്ന ഉൾക്കാഴ്ചകളിൽ നിന്ന് കിട്ടിയ ശരനൂൽ വിദ്യകളാണ്. ഇതൊന്നും ഒരിടത്തും വേറെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് ഞാൻ ചെയ്ത അനുഭവമുണ്ടായ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതൊക്കെ അനുഭവമുണ്ടായ കാര്യങ്ങളാണ്. ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോണിൻ്റെ തടസ്സം മാറി, പെരപണിയുടെ തടസ്സം മാറി, ലോൺ മുഴുവൻ നേരത്തെ തന്നെ അടച്ചു തീർക്കാൻ പറ്റി. കുറച്ച് തവണ മാത്രമേ ലോണ് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചുള്ളൂ, ബാക്കി ഒന്നിച്ച് പൈസ അടച്ചു തീർക്കാൻ പറ്റി. സാമ്പത്തികമായ വർധനവുണ്ടായി. പിന്നെ ലോട്ടറി കട നടത്തിയവർക്ക് വലിയ പ്രൈസ്, അത് ലോട്ടറികളൊക്കെ പോകുന്നു, പ്രൈസ് ഒക്കെ കിട്ടുന്നു എന്ന് വേണ്ട. എത്രയോ പിന്നെ ഗൾഫിലെ പോകാനുള്ള തടസ്സം മാറി, ഗൾഫിൽ പോയി, ഭർത്താവിൻ്റെ ശമ്പളം വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്രയോ വേറെ വിദ്യകളാണ്. പല വിദ്യകളുണ്ട്. അതുപോലെ ഈ ഡോക്യുമെൻറ്റ്സ് കാണാതെ പോയി, അതൊക്കെ പ്രധാനപ്പെട്ട അവരുടെയൊക്കെ ഉറക്കം പോലെ ഇല്ലാതായ അവസ്ഥകളാണ്. അത് ഞാൻ ഭദ്രകാളിയുടെ വിദ്യ പറഞ്ഞു കൊടുത്തത്. കിട്ടും ഡോക്യുമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു വിശ്വാസത്തോടെ ചെയ്യണം. വഴി ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. വെപ്രാളച്ച് ചെയ്താൽ ഒന്നും ഒരു ഫലമില്ലാതായിപ്പോയി. നിങ്ങൾക്ക് അനുഭവം വേണമെങ്കിൽ
വിശ്വാസത്തോടെ മനസ്സടക്കത്തോടെ ചെയ്യും. കിട്ടി ആ ഡോക്യുമെൻറ്റ്സുകൾ അവരുടെയൊക്കെ കാണാതെ പോയ അതൊക്കെ അവർക്കൊക്കെ എന്തൊരു സന്തോഷം, അവരുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടിയേ. അവർ പറയുന്ന ആ മനസ്സമാധാന സന്തോഷം ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ശിവന് നന്ദി, അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അദ്ദേഹത്തിൻ്റെ 10 പവൻ്റെ ഒരു മാല കാണാതെ പോയി. ഞാൻ ഈ കാണാതെ പോയതൊന്നും ഞാൻ നോക്കുന്നില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഒരാളെ ഒരുപാട് പ്രാവശ്യം ഇട്ട് നടത്തത്തില്ല, ഒറ്റ പ്രാവശ്യം നോക്കത്തുള്ളൂ. അത് നോക്കുന്ന വിശദമായിട്ടാണ്. ഇപ്പം വാട്സപ്പ് വഴിയേ ഉള്ളൂ, അന്നൊക്കെ നേരിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എനിക്കറിയാവുന്ന ABCD തലനാരിഴയ്ക്കെല്ലാം പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടാനുള്ള കാര്യം എല്ലാം, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല മന്ത്രങ്ങളും ഒരാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ നോക്കാറില്ല, നടത്താറില്ല. പിന്നെ ഈ കാണാതെ പോയ സാധനങ്ങൾ അത് നോക്കാറില്ല. ഒരാളുടെ പ്രേമകാര്യത്തിൽ ഒരു അഭിപ്രായം പറയാറില്ല, നോക്കാറില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പ്രേമിക്കാൻ പോയ ധൈര്യമുള്ളവൻ അത് കല്യാണം കഴിക്കാനും ധൈര്യം ഇല്ലാത്തവൻ അതിന് പോകരുത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതൊന്നും ഞാനതൊന്നും അഭിപ്രായം പറയത്തില്ല. ഇങ്ങനെ ചില ഒരു നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. എൻ്റെ ചില രീതികളാണ്. അപ്പോൾ ഞാൻ ഈ കാണാൻ പോയൊന്നും നോക്കത്തില്ല. ഇപ്പം പുള്ളിയുടെ 10 പവൻ്റെ മാല കാണാതെ പോയി. അപ്പോൾ അദ്ദേഹം എനിക്ക് ജീവിതത്തിൽ ചില സഹായങ്ങൾ ചെയ്ത ആളാണ്. ഞാൻ അതുപോലെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ ഏതായാലും ഭദ്രകാളിയെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഏതായാലും ഞാൻ പറഞ്ഞ ഒരു ഭാഗത്ത് നോക്കി 10 പവൻ്റെ മാല കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമല്ല, നമ്മുടെ കഴിവൊന്നുമല്ല. അമ്മ കാണിച്ചു തന്നു, ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കാറില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണാതെ പോയ കാര്യങ്ങളോ, ഞാൻ ഗ്രഹനില വിശകലനം ചെയ്യുക, ഹസ്തരേഖ ചെയ്യുക, സംഖ്യാജ്യോതിഷം, ഇത് 3 എനിക്ക് പോകാവുന്ന അങ്ങേയറ്റം വരെ പോകും. നല്ല വഴിപാടുകൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാതെ വേറെ ഒരു പ്രേമ വിഷയങ്ങളോ കാണാതെ പോയ വസ്തുക്കളോ അങ്ങനെയുള്ള പരിപാടിയൊന്നും നോക്കത്തേയില്ല. ഞാൻ ചില അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ അല്ലാതെ ഒരു ഈശ്വര കൃപയാണ്, അല്ലാതെ ഇതൊന്നും നമ്മുടെ കഴിവോ അറിവോ പാണ്ഡിത്യമൊന്നുമല്ല. ദൈവാധീനം, ഈശ്വര എന്നുള്ള ചിന്ത, അത്രയേ ഉള്ളൂ. പണ്ടൊരിക്കൽ കൈരേഖ നോക്കാൻ ഇവിടെ ഒരാൾ വന്നപ്പം പുള്ളിയുടെ കൈരേഖ നോക്കിയപ്പം അത് നേരിട്ട് നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, രാത്രിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി നടക്കണം കാലുകൊണ്ട്. ഈ പുള്ളി ചോദിച്ചു എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇഴയന്തുക്കൾ, അതായത് പാമ്പ് അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അതിനുള്ള ഒരു സമയമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈശ്വരനല്ല. പുള്ളിയെ കടിക്കുമെന്ന് പറയാൻ ഞാൻ ഈശ്വരനല്ല. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, നിർബന്ധമൊന്നുമില്ല. പുള്ളി പറഞ്ഞാൽ കാല് പൊക്കി എന്നെ കാണിച്ചു, പാമ്പ് കടിച്ച് 2 ദിവസമായെന്ന് പറഞ്ഞു കടിച്ചിട്ട്. പക്ഷേ വിഷമില്ലാത്ത ഇനമായിരുന്നു, കുഴപ്പമില്ല. അന്ന് പുള്ളി എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ഈശ്വരൻ എന്തോ ഒരു കഴിവ് നൽകിയിട്ടുണ്ട്, അതാണ്, അല്ലാതെ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ഇങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിരിക്കാം, അല്ലായിരിക്കാം. ഞാൻ ആ കൈരേഖയിൽ ശനിമണ്ഡലം പരിശോധിച്ച് എനിക്ക് കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. ചില സൂചനകൾ കണ്ട പട്ടി, പാമ്പ് ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചില ഗ്രഹസ്ഥിതികൾ കണ്ട ഈ പട്ടിയെ ശ്രദ്ധിക്കണം. അതൊക്കെ പറഞ്ഞിടത്തൊക്കെ പലയിടത്തും അത് ശരിയായിട്ടുണ്ട്. ഞാനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്ന പലർക്കും പലപ്പോഴായിട്ടത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. പിന്നെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചു പോകാമെന്നുള്ളേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ചില അനുഭവങ്ങൾ. അതുപോലെ തന്നെ മുരുകൻ്റെ വിദ്യ. അപ്പം ഞാൻ ആ മുരുകൻ്റെ വിദ്യകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുരുകൻ്റെ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തതാണ് ഈ ലോണിൻ്റെ തടസ്സം മാറിയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മുരുകൻ്റെ വിദ്യ കിട്ടിയതിന് കാരണം, എനിക്ക് മുരുകൻ്റെ അനുഗ്രഹം കിട്ടിയതിന് കാരണം, ഞാൻ മുരുകൻ്റെ നിഗൂഢമായ ഒരുപാട് മന്ത്രങ്ങൾ ഉപാസിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു കാരണം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളി ഭയങ്കര മുരുക ഉപാസകനാണ്. അപ്പോൾ അന്ന് ആ കാലത്ത് എനിക്ക് മുരുകൻ്റെ ഉപാസന ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ജ്യോതിഷമൊക്കെ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് പോകുന്നുണ്ട്, ഞായറാഴ്ച മാത്രമേ നോക്കുന്നുള്ളൂ. ചെറിയൊരു ബേസ് ബോർഡൊക്കെ മറച്ച് വളരെ മോശമായൊരവസ്ഥയിലാണ് ഞാനിങ്ങനെ നോക്കാനിരിക്കും, ഞായറാഴ്ച മാത്രം ഇരിക്കും.
അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടി കഴിയുന്ന എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരവസ്ഥയിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഞാനൊരു ഞായറാഴ്ച ദിവസം അടുത്തുള്ള ഒരു ബേക്കറിയിൽ ഒരു നാരങ്ങാ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പം എൻ്റെ ഈ സുഹൃത്ത് വേറെ എവിടെയോ പോയിട്ട് പുള്ളി അന്ന് കടയിലോട്ട് കയറി വന്നപ്പം എന്നെ കണ്ടാൽ അറിയരുതെന്ന് വെച്ച് ഞാൻ തിരിഞ്ഞിരുന്നു. കാരണം ഞാനന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ 1ാം സ്ഥാനമായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും വലിയ ഒരു ജോലിയിലായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവരുടെ സങ്കല്പം. അപ്പോൾ അത് അവനെ ഫേസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഒരു ബേക്കറിയിൽ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞാരും കാണാതിരുന്നു. അവിടെ ഒരു വാതിലുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങി ഓടിയേനെ. പക്ഷേ ആ ഭാഗത്ത് വാതിലില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്താണേലും കൊള്ളാം. കാരണം ഇവൻ വെള്ളം കുടിച്ചോ, നാരങ്ങാവെള്ളം കുടിച്ചോ, ഇത് നമ്മുടെ പ്രതീക്ഷയല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് പെട്ടുപോയി. അവൻ വിളിച്ചു. ഞാൻ പിന്നെ അതേന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ അവൻ എൻ്റെ ഓഫീസിൽ വന്നു. അപ്പോൾ അവൻ്റെ ഗ്രഹനിലയാണ് ഞാൻ നോക്കിയപ്പോൾ അവന് കാലസർപ്പയോഗമുണ്ട്. അപ്പോൾ അത് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ ഇത് ഭയങ്കര വിശ്വാസമായി. അവന് ഇന്ന് പിന്നെ ഒരുപാട് അവാർഡൊക്കെ കിട്ടി കേട്ടോ. വലിയൊരു ആർട്ടിസ്റ്റാണ്. അവന് ഒരുപാട് അവാർഡുകൾ, ലോകം അറിയപ്പെടുന്ന വേൾഡ് തലത്തിൽ തന്നെ അവാർഡുകളൊക്കെ കിട്ടി. അവന് ഭാഗ്യസംഖ്യയൊക്കെ ഞാനാണ് പറഞ്ഞു കൊടുത്തതല്ല. അപ്പം അവൻ അവാർഡ് മേടിക്കുന്ന വേദിയിൽ ഞാൻ പോയിട്ടുണ്ട്. വേദി കയറിയല്ല, വേദിയിൽ ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്നെ ഞാൻ വിളിച്ചു. അപ്പം അതൊക്കെ വലിയൊരു അനുഭവങ്ങളായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ആ ഒരു സ്നേഹബന്ധം. അവൻ മുരുകൻ്റെ വലിയ ഉപാസകനാണ്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള മുരുകൻ ആ ഒരു അനുഗ്രഹം എനിക്കും കിട്ടി. അങ്ങനെ എനിക്ക് മുരുകൻ്റെ ഒരുപാട് നിഗൂഢ മന്ത്രങ്ങൾ, അതായത് ചട്ടമ്പസ്വാമിയെ പോലുള്ള പുണ്യാത്മാക്കൾ ഉപാസിച്ചിരുന്ന ചില രഹസ്യ മന്ത്രങ്ങൾ, അതുപോലെ അവധൂതന്മാർ ജപിച്ചിരുന്ന മുരുകൻ്റെ മന്ത്രങ്ങൾ, മുരുക ഉപാസന, മുരുകൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങനെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ മുരുകവിദ്യ പറഞ്ഞു തന്നെങ്കിൽ, എനിക്ക് ആ മുരുകൻ്റെ അനുഗ്രഹം കിട്ടിയെങ്കിൽ അതെൻ്റെ ആ സുഹൃത്തിൻ്റെ ഒരു നന്മയും കൂടിയാണ്. ഞാൻ അവനെ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്. അങ്ങനെയാണ് മുരുകൻ എന്നിലേക്ക് വന്നത്. അപ്പോൾ ആ സുഹൃത്തിനെ ഞാൻ ഒന്ന് ഓർത്തതേ ഉള്ളൂ. അവനും ഞാൻ നന്ദി പറയുന്നു. ആ മുരുകൻ്റെ അനുഗ്രഹം എനിക്ക് വരാൻ കാര്യം എൻ്റെ ആ സുഹൃത്തുകൂടാണ്. മുരുക ഉപാസകനാണ്, ആ സുഹൃത്തുകൂടാണ്. അപ്പോൾ അങ്ങനെ മുരുക ഉപാസനയിലൂടെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന പല മുരുകവിദ്യകളും. അതിൽ ഒരു മുരുകവിദ്യയാണ് ഒരാൾക്ക് പ്രയോജനപ്പെട്ടു. ഞാനിപ്പോൾ ആ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ ലോണിൻ്റെ തടസ്സം മാറി ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു മുരുകവിദ്യ, അതെല്ലാം ആ മുരുകൻ്റെ അനുഗ്രഹമാണ്. അതെനിക്ക് എന്നിലേക്ക് വന്നതിന് ആ സുഹൃത്തും കൂടെ കാരണമാണ്. അവനും ഞാൻ നന്ദി പറയുന്നു, മുരുകനും നന്ദി പറയുന്നു. ഇതൊന്നും നമ്മുടെ കഴിവുകളല്ല, ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന. എനിക്ക് ക്രിയായോഗ വളരെ ചെറുപ്പത്തിലേ കിട്ടി. ക്രിയാകുണ്ടലിന് പ്രാണായാമം, ശിവവിദ്യകൾ, പിന്നെ കാകാപുശുണ്ടൻ്റെ വിദ്യകൾ, വല്ലലാർ സ്വാമിയുടെ ചില വിദ്യകൾ എന്ന് വേണ്ട ഒരു തിരുമൂലരുടെ വിദ്യകൾ. തിരുമൂലരുടെ വിദ്യകൾ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര, തിരുമൂലരുടെ മന്ത്രമൊക്കെ ഉണ്ട്. സിദ്ധന്മാരുടെ മിക്കവാറും എല്ലാ സിദ്ധന്മാരുടെയും മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ. അതുപോലെ ഒരുപാട് ശ്രേഷ്ഠന്മാരായ വിദ്യകൾ ചെയ്യുന്ന ഗുരുക്കന്മാരുടെ അനുഭവങ്ങൾ, ഇങ്ങനെ വേണ്ട ഭഗവാന്റെ ശിവൻ്റെ തന്നെ അനുഭവങ്ങൾ. അത് ഓച്ചിറ ഇരുന്നപ്പം ഉണ്ടിക്കാവി ഇരുന്ന് സാക്ഷാൽ ശിവാനുഭവം എനിക്ക് ഉണ്ടായി. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യം ഓച്ചിറ ഉണ്ടിക്കാവി ഞാൻ നേരിട്ട് കണ്ടു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, തിരുനക്കര അമ്പലത്തിൽ ഇരുന്ന് ശിവൻ്റെ രഹസ്യവിദ്യ ചെയ്തപ്പം ശിവാനുഭവം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ജീവിതത്തിൽ അനുഭവമുണ്ടായി. അതിനെല്ലാം ഭഗവാനോടും ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളോടും. ഇനി എനിക്ക് ഒരുപാട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ എപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായ ഒരുപാട് ഡോക്ടർമാരാണേലും നേഴ്സുമാരാണേലും ഒക്കെ നല്ല കാര്യങ്ങൾ വാട്സപ്പിൽ പറഞ്ഞു തന്നു. അതൊക്കെ എൻ്റെ ആരോഗ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, അവരെല്ലാം ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഈശ്വരൻ എല്ലാ ഉപകാരങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങൾക്കിതൊക്കെ ശിവൻ്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ എൻ്റെ നാവിൽ വിളയാടിയ സാക്ഷാൽ ആ സരസ്വതി ദേവിയെയും അയ്യപ്പസ്വാമിയെയും എല്ലാം ഞാൻ സ്മരിക്കുന്നു. ഞാൻ സാധാരണ കുട്ടികളെപ്പോലെ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ചെറുപ്പത്തിലില്ലായിരുന്നു. ഞാൻ വിക്കി സംസാരിക്കുമായിരുന്നു. വിക്കനെന്നൊക്കെ വിളിക്കുക, ആളുകൾ വിക്കൻ എന്ന് പറയത്തില്ല, അതുപോലെയായിരുന്നു. വിക്കി സംസാര തടസ്സം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ നേർന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോയി ശേഷമാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അയ്യപ്പസ്വാമിക്കും എല്ലാം
ഞാൻ ആദ്യമായിട്ട് ജ്യോതിഷം പറഞ്ഞു തുടങ്ങുന്നത് ശിവൻ്റെ നടയിരുന്നു. ഹസ്തരേഖയെല്ലാം എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഈ നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാം പ്രയോജനപ്പെടുത്തുക. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും ഈശ്വരാംശമുണ്ട്, എല്ലാവരിലും നന്മകളുണ്ട്, എല്ലാവർക്കും എന്നും നല്ല ഐശ്വര്യങ്ങളും, എല്ലാവരും അവരുടെ ആത്മാവിൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹങ്ങളാൽ പ്രകാശപൂരിതമായി തീരട്ടെ ആത്മബോധത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പറയുന്ന വാചകം ഗുരുചരണം ശരണമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാചകം. ഒരു ദിവസം എത്ര തവണ ഞാനത് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പറയുന്ന മന്ത്രം ഗുരുചരണം ശരണമെന്നാണ്. അപ്പോൾ ആ ഗുരുക്കന്മാരാണ് നമ്മളെ നയിക്കുന്നത്. തിരുമൂലർ മഹാസിദ്ധൻ തിരുമൂലർ, കോടി പ്രണാമം. അത് ജീവിച്ചിരിക്കുമ്പോഴും പ്രണാമം. സ്ഥൂലാവസ്ഥയിലും സൂക്ഷ്മാവസ്ഥയിലും എപ്പോഴും തിരുമൂലർക്ക് കോടി പ്രണാമം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.